അമ്മ അമ്മ ഞാൻ പോയിട്ട് വരാട്ടാ. ഞാൻ ഓഫീസിൽ പോയിട്ട് വരാം. ശരി, കിടന്നോളേട്ടാ. ഭക്ഷണം എന്താ? രാവിലെ കഴിച്ചില്ലേ പഴം പുഴുങ്ങിയത്? അതന്നെ ഉള്ളു, വേറെ ഇപ്പൊ ഒന്നും ഉണ്ടാക്കിയിട്ടൊന്നുമില്ല. പിന്നെ കുറച്ച് കഞ്ഞിന് കൊണ്ട് അത് വേണമെങ്കിൽ കുടിച്ചോളൂ. കഞ്ഞി വേണ്ട, ഞാൻ പുറത്തുനിന്ന് കഴിച്ചോളാം. ഇന്നൊന്നും ഉണ്ടാക്കണില്ലേ? എനിക്ക് ജോലിക്ക് പോണ്ടേ, രാവിലെ കറണ്ടും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എന്താ ഇപ്പൊ നിങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്? എന്താ? നിങ്ങൾക്ക് ഇതിന്റെ വല്ല കാര്യമുണ്ടോ? ഏതിന്റെ? ഈ അമ്മയുടെ കാര്യങ്ങൾ ഇങ്ങനെ നോക്കേണ്ട വല്ല കാര്യമുണ്ടോ? എനിക്ക് കുഴപ്പമൊന്നുമില്ല, എന്നെ ഒരു കാര്യത്തിന് വിളിക്കുന്നില്ല. പക്ഷെ അതല്ലല്ലോ പ്രശ്നം. എത്ര ആൾക്കാർ ഇവിടെ ഉണ്ട്? അമ്മായിയുടെ മക്കളുണ്ട്, നമുക്ക് സ്വന്തം മക്കളിനെ കിടക്കില്ലേ 3-4 അവർക്ക് കൊണ്ടുപോയി കൂടെ അമ്മേനെ? ഇവിടെ പകലെന്തിയോളം ആരുമില്ല, നമ്മൾ രണ്ടുപേരും ജോലിക്ക് പോണ ആൾക്കാരാ, നമുക്ക് നമ്മുടേതായ കാര്യങ്ങളില്ലേ? ഇത് ആരും നോക്കൂല, ഒക്കെ ഏട്ടൻ തന്നെ നോക്കണം. പറഞ്ഞാല് കുളിപ്പിച്ചു കൊടുക്കണം, ഭക്ഷണം വാരി കൊടുക്കണം. ഇത് ഉച്ചയാകുമ്പോ ഭക്ഷണം വാരി കൊടുക്കാൻ വേണ്ടി വരിക. ഇതിനൊക്കെ ചെലവ് കുറച്ച് കൂടുതലും. ഇതിനൊന്നും ആവശ്യമില്ല, അതാ ഞാൻ പറഞ്ഞത്. ഇതിന്റെ ഒന്നും ആവശ്യമില്ല, വേറെ മക്കളുണ്ടല്ലോ. എന്തിന് ബാത്റൂമിൽ പോലും. നിനക്കിതൊക്കെ കാണുമ്പോ ഒരു വല്ലാത്ത അരോചകത്വം തോന്നുന്നുണ്ടല്ലേ? അപ്പൊ ചെലവിനെ കുറിച്ച് ആലോചിച്ചിട്ടാ ഞാൻ ഉച്ചയ്ക്ക് അമ്മയ്ക്ക് ഭക്ഷണം കൊടുക്കാൻ വരുന്നു, കാര്യങ്ങൾ നോക്കാൻ വേണ്ടി വന്ന് ഒരു അരമണിക്കൂർ വേഗം വരുന്നത്. ചെലവിന്റെ അല്ല, അതിപ്പോ ഞാൻ അങ്ങനെ പറഞ്ഞേ ഉള്ളൂ. ഇത് മറ്റു മക്കളുണ്ടാവുമ്പോ എന്തിനാ അങ്ങനെയൊക്കെ ചെയ്യണത്? പ്രത്യേകിച്ച് കുളിപ്പിച്ചു കൊടുക്കേണ്ട കാര്യം എന്താ? അപ്പൊ അമ്മേനെ കുളിപ്പിക്കണ്ടേ? വേറെ മക്കളുണ്ടല്ലോ, അതും പെൺമക്കള്, അവർക്ക് കൊണ്ടേ കൂടെ അമ്മേ? അപ്പൊ അതാണ് കാര്യം. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഇത് ഈ ഒന്ന് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളൂ. ഇത് അമ്മയ്ക്ക് ബാക്കിയുള്ളത് 4 പെൺമക്കളാണ്, ഞാൻ മാത്രമാണ് ഒരു ആൺകുട്ടിയുള്ളത്. അമ്മ എപ്പോഴും എന്നോട് പറഞ്ഞിട്ടുള്ളത്, നമ്മൾ കാരണം മറ്റൊരാൾ ബുദ്ധിമുട്ടരുത്. അത് വേറൊരു തറവാട്ടുകാരാണ്, അതായത് നമ്മൾ കല്യാണം കഴിച്ചു കൊടുത്തതാണ് അവരേനെ, പെൺമക്കളേനെ. അപ്പൊ അമ്മേനെ അവരവിടെ കൊണ്ടുപോയി നോക്കുക എന്ന് പറഞ്ഞാൽ അത് വേറൊരു വീടല്ലേ. അവിടെ നമ്മളെ അമ്മേനെ എങ്ങനെ അവിടെ കൊണ്ടുപോയി നോക്കുക? അതൊരു തെറ്റല്ലേ? ഈ എന്തിനാണ് ഈ ഓവറായിട്ട് ടെൻഷൻ അടിക്കുന്നത്? ഞാൻ അമ്മേനെ ഇങ്ങനെ നോക്കുന്ന കാര്യത്തില് എനിക്ക് അമ്മേനെ നോക്കാതിരിക്കാൻ കഴിയില്ല. അച്ഛൻ അങ്ങോട്ട് ഉപേക്ഷിച്ച് പോയ ആ കാലം മുതൽ ഞങ്ങളെ 5 പേരെ, 4 പെൺമക്കളേനി എന്നെ അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് അമ്മ വളർത്തിയിട്ടുള്ളത്. ഈ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ, ഒരു 10-35 വർഷങ്ങൾക്ക് മുമ്പ് ഒരു സ്ത്രീ എങ്ങനെ